എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും 2-ാം വാക്യവും ഞാൻ വായിക്കുന്നു. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. Reads like this in Ephesians chapter 4 verses 1 onwards. I therefore, the prisoner of the Lord, beseech you to walk worthy of the calling which you are called, with all lowliness and gentleness, long suffering, bearing one another in love, enduring to keep the unity of the Spirit in the bond of peace. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് വേഗത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. This morning I want to meditate on verses 1 through 16 from Ephesians 4. 3 അധ്യായങ്ങൾ നമ്മൾ ഇതിനകം പഠിച്ചു. We studied 3 chapters already. എഫേസ്യ ലേഖനത്തെ പ്രധാനമായും രണ്ടായിട്ടൊന്ന് വിഭാഗിച്ചാൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഒരു പ്രത്യേക തീമും 4, 5, 6 അധ്യായങ്ങൾ മറ്റൊരു തീമുമായിട്ടാണ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. If we divide the book of Ephesians in 2, we see the first 3 chapters are one is describing one particular theme, and the chapters 4 through 6 describe a very different theme. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായ കുറെ ഉപദേശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി. Chapters 1 through 3, Paul reveals certain doctrines that is important. ഇനി 4 മുതൽ 6 വരെ ഉള്ളിടത്ത് ആ ഉപദേശ വിഷയങ്ങള് എങ്ങനെ നമ്മൾ നിവർത്തിക്കണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. And 4 through 6 it is talking about how that doctrine has to be applied in our life. 1 മുതൽ 3 വരെ നമുക്കുള്ള അനേക പദവികളെ കുറിച്ച്, നമുക്കുള്ള ആത്മീയ ധന സമ്പത്തുകളെ കുറിച്ച് പറഞ്ഞു. Chapters 1 through 3 talks about many different spiritual blessings that is given to us as a child of God. ഇനി 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളില് ഈ ധനസമ്പത്തുകൾ, ഈ പ്രിവിലേജസ് എല്ലാം നമുക്കുള്ളപ്പോൾ അതിനോട് ചേർന്നുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. Chapters 4 through 6, while we are given these privileges and blessings, it is talking about the responsibility that we have. ഈ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ വെൽത്തിനെ കുറിച്ച്, നമുക്ക് തന്നിരിക്കുന്ന ആ അളന്നെടുക്കുവാൻ കഴിയാത്ത കൃപയുടെയും ആത്മീയ അനുഗ്രഹങ്ങളുടെയും ആ ധനത്തിൻ്റെ വലിപ്പം കാണിക്കുമ്പോൾ നമ്മളോട് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ വെൽത്ത് അല്ല, വാക്ക് പ്രധാനമാണ്, അല്ലെങ്കിൽ നടപ്പ് പ്രധാനമാണെന്ന് കാണിക്കുക. Chapters 1 through 3 talks about what we have received, the riches and wealth that we have in the Lord. But chapters 4 through 6 describe not the wealth but the walk that we have in the Lord. അപ്പം നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അറിയണം. കാരണം പ്രിവിലേജസ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയണം. And so we must understand the responsibilities that we have as well, not just all the things that we get from the Lord, but also what is our responsibility and mandate when we have these things. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, പ്രത്യേകിച്ച് നാം വന്നിരിക്കുന്ന ഈ തലമുറയില് ഉപദേശങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്കുള്ള പ്രിവിലേജ്, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വിഷയങ്ങളോ, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾക്ക് എന്തുണ്ട്, നമ്മൾ ആരാണ്, ഇതൊക്കെ അങ്ങ് മറന്നുപോയിട്ട് അതിന് ഒന്നും പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറയിലേക്ക് വരികയാണ്. And this is important because we have come to a generation that has forgotten what we have received from the Lord, where we were and what was done for us. ദൈവസഭയും പോലും ഉപദേശങ്ങൾക്ക് അയവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. And even in the church of God, such teaching and doctrines are becoming much more relaxed and not being emphasized. ഉപദേശം ലഭിച്ചിട്ട് ആ ഉപദേശം അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. And receiving that doctrine, the people are not able to live according to that doctrine. നമുക്ക് ലഭിച്ച ഉപദേശം നമ്മൾക്ക് തന്നെ ദോഷമായി തീരുകയാണ്. And the doctrine we have received is becoming a cause of judgment against us. പ്രത്യേകിച്ച് നാം
ഈ സീസൺ എന്ന് പറയുന്ന ഈ രാജ്യത്ത് താമസിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവിലേക്ക് വന്നിരിക്കുന്നു. Especially as you and I live in this country here, we must be more attentive and alert than ever before. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലരുടെ സംസാരങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് ഉപദേശത്തിന് അല്ലെങ്കിൽ ഈ ദൈവവചനത്തിൽ പാപമായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്നുള്ള രീതിയിൽ. And some of the conversations I've been hearing over the past couple of weeks, I realized that what this word of God clearly describes as sinful, many people are not at all concerned about. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ദൈവമക്കൾ എന്നുള്ളവർ പോലും പറയുന്നത്, നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും, അതാണ് അങ്ങനെയുള്ളതായ കാര്യങ്ങളെ അപ്രൂവ് ചെയ്യുക എന്നുള്ളതാ. And they're only looking at even the children of God, their view and their mentality is, what will we get, what will be a benefit for us at the end of the day. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ ദൈവസഭയോടും എന്നെ കേൾക്കുന്നവരോടും പ്രത്യേകിച്ച് ഞാൻ ഈ സഭയോടായിട്ടും പറയുന്നത്, നമ്മൾക്ക് ഈ ദൈവവചനത്തിലെ ഉപദേശങ്ങളെ വിട്ടിട്ട് ഒന്നിനോടും അനുകൂലിക്കുവാനോ ഒന്നിനോടും ചേരുവാനോ കഴിയുകയില്ല. As a servant of God, I just tell this church and those who are listening to me, but especially to this church, we at no point have the right to leave the standards of the word of God and to support or condone anything else. ഈ ഒരിക്കലും ഞാൻ പൊളിറ്റിക്സ് ദൈവസഭയിൽ സംസാരിക്കാറില്ല. എന്നാൽ ദൈവമക്കളെന്നുള്ളവരുടെ ആ ചിന്തയ്ക്ക് വേണ്ടി പറയുകയാണ്, കുറഞ്ഞ പക്ഷം ഈ ദൈവവചനത്തിൽ നമ്മളെ പാപമായി പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അതിനനുകൂലിക്കാത്ത തരത്തിലുള്ളതായ ഒരു തീരുമാനത്തിലായിരിക്കണം ഞാനും നിങ്ങളും പോകേണ്ടുന്നത്. I don't discuss politics in the church, but as a servant of God, I want the people in our church to think that when the word of God describes things as sinful, then we should not go in favor towards any decision that will approve or condone such things. ആമേൻ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം പ്രാക്ടിക്കലി എങ്ങനെ ആക്കണമെന്ന അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. But now we see Paul is talking about how we can take the doctrine which we have received and make it practical in our life. ഈ 4 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ വളരെ കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിക്കലർത്തി എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അനേകം മണിക്കൂറുകൾ ചെലവഴിച്ച് അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. And these verses, there's a lot of content there, so I just systematically broken it up to present to you. When you get time, please study these things in further detail. ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് I therefore beseech you എന്നുള്ള അർത്ഥത്തിലാണ്. കർത്തൃസേവയിൽ ഞാൻ ആയിരിക്കുന്ന ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, അഭ്യസിച്ച് എന്നുള്ള വാർത്തയുടെ അർത്ഥം അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ബെഗ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. In there, the first verse starts off with saying, I beseech you, or I beg you, or ask of you. എന്താ അപ്പോസ്തലൻ നമ്മളോട് ബെഗ് ചെയ്യുന്നത്? What is he begging us for? നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് നടക്കണം എന്നാ. It is to walk according to the calling which you were called. അപ്പം അവിടെ ആ നടപ്പ് എന്ന് പറയുന്നത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. നമ്മളൊരു ഈവനിങ് വാക്കിന് പോകുന്ന ആ വാക്കിന് അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളെ വിളിച്ച വിളിക്കനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. And so we know that term walk there does not just refer to like how we go for an evening walk, but that term there is saying that we must live a life accordingly. ആ വാക്കെന്നുള്ളതിന് ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്ന പെരിപെറ്റായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടക്ട് ചെയ്യുക, ലീഡ് ലൈഫ് അല്ലെങ്കിൽ ഹൗ യു ബിഹേവ്, നമ്മൾ എങ്ങനെ പെരുമാറണം, ജീവിക്കണം, നമ്മളെ തന്നെ എങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ ഉള്ളതായ അർത്ഥത്തിലുള്ള വാക്കാണ്. And the word used there for walk is peripetio, which means how a person behaves or conducts themselves or how they lead their life. അപ്പൊ ഇത് നമ്മളോട് പറയാണ്, നമ്മളെ വിളിച്ചത് ആരാണെന്നും ആ വിളിയുടേതായ ഉദ്ദേശം എന്താണെന്ന് അനുസരിച്ചും നമ്മുടെ ജീവിതം അതുപോലെ ആയിരിക്കണമെന്ന്. And so the Paul is saying here, based off the calling you received and the one who called you, your life should be reflective of that manner. എന്നിട്ട് അദ്ദേഹം പറയുന്നു, Then he says like this. ഈ അധ്യായത്തിന്റെ തീമായ അല്ലെങ്കിൽ ഈ ആദ്യത്തെ ഭാഗത്തിന്റെ തീമായ വിഷയം എന്ന് പറയുന്നത്
ആത്മാവിന്റെ ഐക്യതയിൽ നടക്കണം. And the first part that he talks about, the theme that he mentions in chapter 4 is the unity in the Holy Spirit. അപ്പൊ നമ്മളെ അന്ധകാരമായ പത്രോസ് അപ്പോസ്തലൻ അത് 1 പത്രോസ് 2:9 പറഞ്ഞിട്ടുണ്ട്. അന്ധകാരമായി പാപത്തിന്റെ ആ അധീനതയിൽ ജീവിച്ച നമ്മളെ ദൈവം അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചുവെന്ന്. And even Apostle Peter says that you who were in darkness have been called into the marvelous light. ആ വിളിച്ച് നമ്മളെ കൊണ്ടുവന്ന് നമുക്കൊരു ജീവിതം തന്നിരിക്കുന്നത് നമ്മൾ ആ വിളിക്കനുസരിച്ച് ജീവിക്കാനാണ്. And we have been called into that light to live a life according to the calling. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ഡിഗ്നിറ്റി, ഒരു ഒരു പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. And so our Christian life has a uniqueness, a dignity towards it. ആ വിളിച്ച വിളിയിൽ വിളിച്ചവനൊരു പ്രതീക്ഷയുണ്ട്. And the one who called us with that calling has an expectation. അതാണ് നമ്മളോട് പറയാൻ That's പോകുന്നത്. what he says here. ഇനി ഈ 4, 5, 6 അധ്യായങ്ങളില് പറയുന്നത്, ആദ്യം പറയുന്നത് നമ്മൾ ആത്മാവിന്റെ ഐക്യതയിൽ നടക്കണമെന്നാണ്. And verses 4, 5, and 6, the first thing it says there that we must walk in the unity of the Spirit. അതിന്റെ 17 മുതൽ അതിന്റെ 5-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് നമ്മൾ വിശുദ്ധിയിൽ നടക്കുക, അല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കുക. And chapter 5, verse 1 through 17 talks about we must walk in holiness. അടുത്ത അതിന്റെ 5-ാം അധ്യായം 18 മുതൽ വരുമ്പോൾ വീണ്ടും ഒരു വാക്കിനെ കുറിച്ച് പറയുന്നു. വാക്കിൻ ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സ്വരച്ചേർച്ചയോട്, അല്ലെങ്കിൽ അഭിപ്രായ അതിന്റെ യോജിപ്പോടെ പിന്നെ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. And then verses 18 onwards of chapter 5, well, then goes to the next theme, which is walk in harmony or unison. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിന്റെ അവസാനത്തെ അധ്യായം വരുമ്പോൾ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ വാക്കിൻ വിക്ടറി, അല്ലെങ്കിൽ വിജയകരമായി ജീവിക്കുക എന്നുള്ളത്. And then the last chapter, chapter 6, Paul says walk in victory. അപ്പൊ ഇനി ഈ ഇവിടെ പറയുന്ന ഒരു ഭാഗമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആത്മാവിന്റെ ഐക്യത. So today's morning we are going to think about the unity, walking in the unity of the Spirit. എന്താണ് ഈ ആത്മാവിന്റെ ഐക്യത, എങ്ങനെ നമുക്കത് സാധിക്കും എന്നുള്ളത് പഠിക്കാം. What is the unity of the Spirit and how is that possible? അദ്ദേഹം പറയുന്നു, ഈ ആത്മാവിന്റെ ഐക്യതയിൽ അല്ലെങ്കിൽ ആ യൂണിറ്റിയിൽ ജീവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ 3-4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. There are several things listed there that we need to walk in the unity of the Spirit. ഒന്ന്, പൂർണ്ണ വിനയം വേണം. First is all lowliness. അവിടെ ആ ഓൾ ലോലിനെസ്, അല്ലെങ്കിൽ NIV ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ കംപ്ലീറ്റ് ഹ്യൂമിലിറ്റി എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. And the translation there, that term used for all lowliness, another translation is complete humility. ഞാൻ പിന്നെ ഈ വിനയം അല്ലെങ്കിൽ താഴ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ കുറച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകുവാനും അത് എന്നെ ദൈവം മുമ്പാകെ ഒത്തിരി താഴ്ത്തുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. And as part of this, I began to study and meditate on that term humility, and I was able to learn a few things and surrender my life in front of that. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും അല്പം കൂടെ ആഴത്തിൽ എനിക്ക് ഗ്രഹിക്കുവാൻ ഇടയായി. And what I was able to understand is something deeper than what we know as humility. ആ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ ഓൾ ലോലിനെസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹ്യൂമിലിറ്റി എന്നുള്ളതിന് ഈ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത് ടപ്പിയാനോ പ്രൊസുനെ എന്ന് പറയുന്നതായ വാക്ക്, അതിന് വളരെ വിശാലമായ അർത്ഥമുണ്ട്. And the word they use there for all lowliness is the Greek word they use there is tapiano prosune. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി, മറ്റുള്ളവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി, നമ്മുടെ സെൽഫിന് ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി. ഈ പ്രയോറിറ്റി അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കാണ്
താഴ്മയുള്ള ജീവിതം എന്നാണ് ഈ വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. And the word they used there means they are putting first God as the first priority, others as the second priority, and then ourselves as the last priority. A person who lives in this manner, this based off of this priority, is what that word used there to mean all lowliness. ഞാനത് തെളിയിച്ചു തരാം. Let me prove that to you. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to Philippians chapter 2, അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, verse 3 onwards, it is like this. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠനെന്ന് എണ്ണണം. Let nothing be done through selfish ambition or vain conceit, but in humility consider others better than yourself. ഓരോരുത്തൻ നലമയ്ക്കും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. Let each one of you look not only for your own interest, but for the interest of others. ഈ താഴ്മയുടെ ഏറ്റവും വിശാലമായ എക്സ്പ്ലനേഷൻ തരുന്ന ഒരു അധ്യായമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. Philippians 2 is a chapter that explains the depth of the meaning of humility. അവിടെ നമ്മൾ എന്താ കാണുന്നത്? കർത്താവായ യേശു ക്രിസ്തു താഴ്മ ധരിച്ചു എന്ന് നമ്മൾ കാണുന്നു. We see there the Lord Jesus Christ took on humility. പക്ഷേ ആ ചപ്പ്യാനോ ഫ്രസൂനെ എന്ന് പറയുന്നതായ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തു പിതാവിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തു. And we see that word tapiono prosune in the life of Jesus when Jesus gave the topmost priority to God the Father. പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് And obeying the will of the Father. ആ സ്വർഗത്തിലെ തന്റെ ആ ദൈവത്വം ഉപേക്ഷിച്ചെന്നല്ല, പ്രിവിലേജ് ഡിയറ്റിയിൽ ഉപേക്ഷിച്ചത്. താൻ ഭൂമിയിൽ വന്നപ്പോഴും ദൈവമായിരുന്നു. തന്റെ സ്വർഗത്തിലെ പ്രിവിലേജസ് പദവികൾ ഉപേക്ഷിച്ചു. And the Lord Jesus never gave up his divinity. He came down on this earth as God, but Amen. he gave up his privileges that he has in part of his deity. എന്തിനാണെന്നറിയാമോ? Why is the reason? സ്വന്തം ഗുണമല്ല, നമ്മുടെ ഗുണം നോക്കിക്കൊണ്ട്, Not for his own interest, but for our benefit. എന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ To deliver me from my sin. തന്റെ പദവികൾ വടിഞ്ഞ് എന്റെ ഗുണം നോക്കി Without looking at his position, he looked at my benefit. തന്നെ താൻ ത്യജിച്ചു. He left himself. താൻ ഏറ്റവും താണത്ത തലവത്തിലായി. And he became the lowest of the lowest. ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. And he humbled himself even to the death on the cross. നോക്ക്, പിതാവിന്റെ ഇഷ്ടം, Look at it when the will of the Father, മറ്റുള്ളവരുടെ ഗുണം, the other interest of others. അതിനുവേണ്ടി തന്നെ താൻ ഏറ്റവും താഴുകയായി. And for that he humbles himself all the way to the lowest position. ഇതാണ് താഴ്മ എന്ന് പറയുന്നത്. This is humility. ഇത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി, When I understood this, I thought like this. എത്ര അവസരങ്ങളിൽ ഞാൻ താഴ്മയില്ലാത്തവനായി How തീർന്നിട്ടുണ്ട്. many times we are people with no humility? പിതാവിന്റെ ഇഷ്ടം ഒരു പക്ഷേ ഞാൻ യേശു ദൈവത്തിന്റെ പ്രയോറിറ്റി കൊടുത്തെന്ന് വരാം. Maybe I'm making God the top priority in my life. പക്ഷെ മറ്റുള്ളവരുടെ ഗുണമെന്ന് പറയുന്ന സെക്കൻഡ് പ്രയോറിറ്റി ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ രണ്ടാമതാകുമ്പോഴും താഴ്മയുടെ ആ ഫോർമുല തെറ്റിപ്പോയി. But when I don't put others as the second priority and put myself there, the formula for humility has already gotten messed up. താഴ്മ എന്ന് പറയുന്നത് What humility is? ദൈവഹിതത്തിന്റെ വലിയ പിക്ചറിനുള്ളിൽ എന്റെ സ്ഥാനം എവിടെയാണെന്ന് ഗ്രഹിക്കുന്നതാണ്. Is to understand where my position is within the picture of God's great will. താഴ്മ എന്ന് പറയുന്നത് What humility is? ഞാൻ എല്ലാത്തിലും ഒന്നാമനാകണമെന്നുള്ളതല്ല. It's not that I should be number one in everything. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആകണമെന്നുള്ളതല്ല. Not that I should be the most important person. ഞാൻ എല്ലാത്തിന്റെയും മെമ്പറും പ്രസിഡന്റും ആകണമെന്നുള്ളതല്ല. Not that I should become the member and president for everything. അപ്പോസ്തലൻ പറഞ്ഞു, താഴ്മയുടെ ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. The humility is like in the words of Paul when he said, I am the least of the apostles. ഞാൻ പാപികളിൽ ഒന്നാമൻ. I am the greatest of the sinners. ഹല്ലേലൂയ. Amen. ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ്. I am what I am by grace. ഹല്ലേലൂയ. Hallelujah. അതാ താഴ്മ എന്ന് പറയുന്നത്. That's what humility is. നമ്മളെ തന്നെ കാണുവാനിടയാകണം. To see who we are. ഹല്ലേലൂയ. Amen. അങ്ങനെ ഉള്ളതായ ഒരു താഴ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന്റെ ഐക്യത ദൈവസഭയിൽ നിൽക്കുകയുള്ളൂ. Only
if they receive such Hallelujah. level of humility, will the unity of the Spirit remain in the church? Praise God. Amen. അത് ആ തരത്തിലുള്ള ഒരു താഴ്മയില്ലാത്തടത്തോളം ദൈവസഭയുടെ യൂണിറ്റി. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ 3 വരെയുള്ള അധ്യായങ്ങളിൽ എന്താ അപ്പോസ്തലൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്? യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാം ദൈവം ചെയ്തു. And for the first 3 chapters, Paul describes what all God did for us to be able to experience that unity. ആമേൻ. അതിന് തെളിവില്ലേ? Isn't there proof of that? പാപിയായിരുന്ന പിന്നെ ഏറ്റവും താണ നിലവാരത്തിൽ ആത്മീയമായി മരിച്ചിരുന്ന എന്നെ ഉയർപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ ആക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തോട് നിരപ്പിക്കുവാൻ യേശു ഒന്നാക്കിയില്ലേ? And I, who was down in the depths of sin and dead in my sin, did not the Lord Jesus Christ come down and save me out of that and reconcile me back to God? യഹൂദന്റെ മാത്രം നിയമവും ദൈവവുമായിരുന്നിടത്ത് ജാതിയായിരുന്ന എന്നെയും നിങ്ങളെയും ചേർത്ത് അതിന് ഒന്നാക്കി ദൈവസഭ എന്ന വലിയ ഒരു പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? And the laws and promises that were given to the Jewish people by God, we who are Gentiles, did he not reconcile us with them and make us part of God's master plan, which is called the church? അതുകൊണ്ട് യൂണിറ്റി ദൈവം ഓൾറെഡി തന്നു. So God has already done everything for us to have unity. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, That's why Apostle Paul is saying, ഈ യൂണിറ്റി, ഈ ഐക്യത കാക്കുവാൻ നമ്മൾ ശ്രമിക്കണമെന്ന്. it is our responsibility to preserve that unity. Amen. Yes, preserve, protect that unity. ഐക്യതയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഐക്യത ഒരുമിച്ച് നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കണമെന്നാ പറയുന്നത്. More than praying for unity, Paul is saying you must strive and make the effort to protect the unity. ഹല്ലേലൂയ. Amen. അപ്പൊ ഒന്നാമത്തെ കാര്യം, ആത്മാവിന്റെ ഐക്യത നിൽക്കണമെങ്കിൽ പൂർണ്ണ വിനയ, ആ ഹ്യൂമിലിറ്റി, നമുക്ക് ആ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന എല്ലാത്തിലും നമ്മൾ ജയിക്കണ്ട, എല്ലാത്തിലും നമ്മൾ ഒന്നാമനാകണ്ട എന്നുള്ളതായ ആ ഒരു താഴ്മ നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാനും അവർക്ക് വേണ്ടിയും കൂടെ നമ്മുടെ ജീവിതവും ഒന്ന് ചെലവാകുവാനും ആകുമ്പോഴാണ് ആ താഴ്മയുടേതായ ഫോർമുല ശരിയാവുന്നത്. And we see that the first thing we need for the unity of the Spirit is that humility, not that mentality of we need to be one or number one or winning in every situation, but to consider God first and others second. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എഫെസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും. Second thing it lists there is gentleness. ജെന്റിൽനെസ്, ചില ട്രാൻസ്ലേഷനിൽ മീക്നെസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. Some translations instead of gentleness use the word meekness. ഇതിന്റെ അർത്ഥം എന്താ? What is the meaning of this? എനിക്കറിയാം, നമ്മൾ ഇതെല്ലാം വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാ. I know we have all read and understood this. ഞാൻ ഈ ചില വാക്കുകൾ, അതിൻ്റെ ആ ഒറിജിനൽ വാക്കുകൾ എടുത്ത് പറയുന്നത് ദയവായി നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. ഗ്രീക്കൊന്നും പാണ്ഡിത്യം ഉണ്ടെന്ന് കാണിക്കാനോ അത് ഗ്രീക്കിൻ്റെ അറിവ് കൂടിയിട്ടൊന്നും അല്ല. ഇപ്പം ചില പെർട്ടിക്കുലർ വാക്കുകളുടെ ആ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. And so when I go into the original Greek words used behind some of these terms, please don't misunderstand me. I'm not trying to make myself known as like a Greek scholar or anything, but the depth of meaning can only be understood when we look into those original words. ഈ മീക്നെസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഒരു വീക്ക്നെസ് ആയിട്ട്, ഒരു ക്ഷീണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. Oftentimes people consider meekness or gentleness as a sign of weakness. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ അമേരിക്കൻ സൊസൈറ്റിയില്, especially in the society and culture we live in today. അതൊരു വലിയ നെഗറ്റീവ് സംഗതിയായിട്ടാണ് കാണുന്നത്. They see that as a great big very negative thing. എന്നാൽ ഞാൻ നിങ്ങളെ ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കൂടെ അറിവിന് വേണ്ടി ഓർമ്മിപ്പിക്കട്ടെ. Let me remind you something, especially for our children. അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊവിറ്റേസ് എന്നുള്ള വാക്കാണ്. The word they use there in the Greek is provites. പ്രൊവിറ്റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bring under control the power എന്നാണ്. The word they use to bring under control the power. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഈ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് സ്ട്രെങ്ത് എന്നൊക്കെയാണ് അതിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാനൊന്ന് തെളിയിച്ചു തരാം. Another term they use there is domestication of strength. Let me show what that means. വേദപുസ്തകത്തിൽ രണ്ടുപേരുടെ എനിക്കറിയാവുന്ന അടുത്ത് കുറഞ്ഞ പക്ഷം രണ്ടിടത്ത് മീക്ക്നെസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. And the two individuals we see in the scripture that demonstrated exemplary meekness. ഒന്ന് മോശ പിന്നെ സംഖ്യാപുസ്തകം അതിന്റെ 12-ാം അധ്യായം 3-ാം വാക്യത്തില് മോശ സൗമ്യനായിരുന്നു, ഭൂമിയിലൊക്കെ സൗമ്യനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. First is Moses that we see Numbers 12 verse 3 that the Bible says Moses was so meek in the world. രണ്ടാമത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ മീക്നെസ് എന്നുള്ളതായ വാക്ക് അവിടെ ഉപയോഗിച്ചു. Secondly, we see they use the same word to describe the Lord Jesus Christ in Matthew's Gospel 11 verse 29. ഈ രണ്ട് വ്യക്തികളെ അവരുടെ ജെന്റിൽനെസ്, അവരുടെ മീക്നെസ് അല്ലെങ്കിൽ അവരുടെ സൗമ്യതയെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് വ്യക്തികളും ഒരിടത്തും വീക്കായിട്ട് ക്ഷീണിതരായിരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. And when both the scripture identifies these individuals as both being meek, nowhere do we see them any point demonstrating weakness or in their life. അവരുടെ ജീവിതം മോശയെ സംബന്ധിച്ചിടത്തോളം കറേജിയസ് ലീഡർ, ഏറ്റവും വലിയ ശക്തനായ ഒരു നേതാവ്, ഇത്രയും വലിയ ഒരു സമൂഹത്തെ നയിച്ചു കൊണ്ടുപോകുവാൻ ഉള്ള എല്ലാ പരിജ്ഞാനവും ശക്തിയും ഉള്ളവനായിരുന്നു. Moses was a leader that was very courageous, that had all the wisdom and strength to lead the people forward. ഞാൻ അതിനൊരു തെളിവ് പറയാം. Let me prove that to you. ഒരു പ്രാവശ്യത്തിൽ തനിക്ക് ഇത് ഭാരമാണെന്ന് തോന്നിയപ്പോൾ അത് ദൈവത്തിന്റെ അടുക്ക പരാതിയും കൊണ്ട് ചെന്നപ്പോൾ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? തന്നിലുള്ള ശക്തി എടുത്ത് 70 പേർക്ക് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. You see that one time when Moses was so burdened with the responsibility, he came to the Lord and the Lord took the spirit that was upon him and placed it on 70 other people. അപ്പൊ അത്രമാത്രം ശക്തിയും കഴിവും ജ്ഞാനവും ലീഡർഷിപ്പും എല്ലാം ഒരു വ്യക്തിയിൽ അങ്ങ് കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. So God had put that much power and wisdom and knowledge and strength to lead the people. എന്നാൽ ആ ശക്തിയും അറിവും ജ്ഞാനവും അത് ദൈവം വിളിച്ചിരിക്കുന്ന പദ്ധതിക്ക് വേണ്ടി ചാനൽ ചെയ്ത് അതിനെ എടുക്കുന്നതാണ് മീക്ക്നെസ് എന്ന് പറയുന്നത്. Meekness is recognizing that power, that knowledge and understanding and strength came from God for a particular assignment, and to control that and tame that towards its intended purpose. That's meekness. എല്ലാത്തെയും വിളിച്ചു വരുത്തുവാൻ സർവശക്തനായ യേശു, the Lord Jesus Christ, who is able to call everything from nothing. അത്രമാത്രം ശക്തിയുള്ളവൻ ഈ താണ ലോകത്തിൽ വന്ന് ആ ശക്തിയെ തന്റെ ഏതൊരു പർപ്പസിനു വേണ്ടി ദൈവം അയച്ചുവോ അതിലേക്ക് ചാനലൈസ് ചെയ്യുന്നതാണ് മീക്ക്നെസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. He came down on the earth for what purpose he was sent there. All the divine power that he had, he channeled into his assignment and channeled that for that purpose. That is meekness. ദൈവത്തിന്റെ പൈതലേ, സഹോദര സഹോദരി, നമ്മളിലുള്ള മീക്ക്നെസ് എവിടെയാ വെളിപ്പെടേണ്ടത്? Child of God, brother and sister, where is the meekness in our life supposed to be revealed? നമ്മുടെ സൗമ്യത എന്ന് പറയുന്നത്, the meekness that we have. ദൈവസഭയിൽ ഞാൻ ഒരു അറിവുള്ളവനായിരിക്കാം, I may be knowledgeable in the word and the scripture, ഞാൻ പഠിപ്പുള്ളവനായിരിക്കാം, I may be learned, ഞാൻ പണമുള്ളവനായിരിക്കാം, I may have money, എനിക്ക് ഇൻഫ്ലുവൻസ് ഉള്ളവനായിരിക്കാം. I may have influence. എന്നാൽ ഇതെല്ലാം ഞാൻ എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് അതിനെ ഒതുക്കി കൊണ്ടുപോകുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എനിക്ക് സൗമ്യതയില്ല. But if I am not able to take control of these things and channel that for the call of God on my life, then I am not able to be me. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നതിന് വേറൊരു ഉദാഹരണം ഞാൻ Let me പറഞ്ഞുതരാം. give you another example of domestication of strength. കേരളത്തിൽ നിന്ന് വന്ന് നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. With an example that we might know coming from India. വലിയ മരവും തടിയും ഒക്കെ പിടിച്ച് ഉലച്ച് പെടുത്തെടുക്കാൻ കഴിവുള്ള വലിയ ശക്തിയുള്ള ആനയെ നമ്മൾ കണ്ടു. We have seen a very powerful elephant
elephants that are able to move and uproot a very big tree. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കേരളത്തിലാണെങ്കിൽ നല്ല തടിയും മിടുക്കും ഉള്ളവരുണ്ടെങ്കിലും സാധാരണ കണ്ടിട്ടുള്ളത് ഈ ആനയെ തെളിച്ചുകൊണ്ട് പോകുന്ന പാപ്പാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ റൈഡർ, അവൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പൗണ്ട് പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു മനുഷ്യൻ. But if you pay attention and you look at the elephant that is moving, that is doing all this work, the person controlling that elephant usually is a very skinny, small guy, not even 100 pounds. അപ്പൊ ആ വലിയ ശക്തിയുള്ള ആനയോട് ഈ പാപ്പാൻ ഒരു കൊച്ചു വടിയും കൊണ്ട് പറയാ മുട്ടുകുത്താനെ എന്ന് പറഞ്ഞ മുട്ടുകുത്തുന്നു. അതാ മീക്ക്നെസ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് സ്ട്രെങ്ത് എന്ന് And പറയുന്നത്. so that person is able to make this such a mighty and powerful elephant, and is able to control that elephant by making him sit or bend down and things like that with the stick that he has. ആ റൈഡറിന്റെ അല്ലെങ്കിൽ ആ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്നവന്റെ വില്ലിനനുസരിച്ച് ആ വലിയ ശക്തിയെ ടൈം ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആ സ്വഭാവം ആ മീക്ക്നെസ് എന്ന് പറയുന്നത്. And so the Hallelujah. strength and the power of the elephant is tamed and controlled under the control of that one person. That is what we intend by meekness. Praise the Lord. ഹല്ലേലൂയ. സഹോദര സഹോദരി, Brother and sister, ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് why അറിയാമോ? am I saying all this now? പരിശുദ്ധാത്മാവിന് നമ്മളോട് The സംസാരിക്കാനുണ്ട്. Spirit of the Lord has a message for us. ആത്മാവിന്റെ ഐക്യത നിൽക്കണമെങ്കിൽ, For the unity in the Spirit to remain, അത് ദൈവസഭയിൽ മാത്രമല്ല, not only in the church of God, കുടുംബത്തിൽ അത് നിൽക്കണമെങ്കിൽ that to be remain in the family. ഈ പറഞ്ഞ തരത്തിലുള്ളതായ സൗമ്യത ഉണ്ടാകണം. This kind of humility, as we mentioned, or gentleness that we mentioned before, must be there. നിന്റെ അറിവിന്റെ വലിപ്പമോ, Your immense knowledge, നിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയോ, or the prestige of your family. അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് And if you bring that into your family life, ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ എവിടെ നിന്ന് വന്നു എന്നറിയാമോ എന്നുള്ള സ്വഭാവത്തോടെ ഇടിച്ചു നിൽക്കുവാൻ നോക്കുമ്പോൾ, you try to stand up with the thing of, do you know who I am? Do you know where I come from? ഐക്യത തകർന്നു പോകുകയാണ്. All the unity will be destroyed. ഹല്ലേലൂയ. Praise the Lord. എന്തിനു വേണ്ടി ദൈവം വിളിച്ചു? Why did God call you? Praise the Lord. Amen. ആ ഒരു വിളിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് Understanding that calling, നമ്മുടെ ശ്രേഷ്ഠതകൾ, നമ്മുടെ കുലത്തിന്റെ വലിപ്പങ്ങൾ, പണത്തിന്റെ വലിപ്പങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് താഴെ വരുവാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാവിന്റെ ഐക്യത നിൽക്കുകയില്ല. we are not able to take what makes us so great, our knowledge, our wealth, and all that makes us who we are, and control that and bring that down. We will not be able to protect the unity of the Spirit. Praise the Lord. Amen. ദൈവം ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള സൗമ്യതയാ. God desires such a gentleness. ഹല്ലേലൂയ. Amen. Praise the Lord. മൂന്നാമത്തെ കാര്യം പറയുന്നു, Third thing that it says there ഇനി ദീർഘക്ഷമയോടെ ഇരിക്കണം. is the long suffering. പേഷ്യന്റ് വിത്ത് ഈ ചാദർന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. Says there, being patient with one another. അത് തന്നെ, സ്തോത്രം. ലോങ് ടെമ്പേർഡ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വഹിക്കാനുള്ളതായ ഒരു കഴിവ്. It is the ability to bear one another. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അനുകൂലമല്ലാത്ത, നമുക്ക് പ്രയാസമുള്ള, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അതിനെ എൻഡ്യൂർ ചെയ്തുകൊണ്ട് അതിനെതിരെ ഫൈറ്റ് ബാക്ക് ചെയ്യാത്തതിനെയാണ് ലോങ് സഫറിങ് എന്ന് പറയുന്നത്. Long suffering is when you and I are in uncomfortable situations or uncomfortable circumstances, rather than trying to fight back, but to endure that is long suffering. ദൈവസഭയിൽ നമ്മളോട് അപ്പോസ്തലൻ ഉപദേശിക്കുമ്പോൾ ലോക്കൽ സഭയിലും നമുക്കത് പ്രാക്ടിക്കലായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? എല്ലായ്പ്പോഴും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല. And when Apostle Paul writes this to the church, we as a local church, when we read this, how do we make this practical? We must understand that we as a body may not like everything that goes on. ചിലപ്പോൾ നമുക്ക് തീർത്തും ഇഷ്ടമല്ലാത്ത ചില സാഹചര്യങ്ങളിൽ കൂടെ പോകേണ്ടി വന്നാലും നമ്മൾ ആരാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ വലിപ്പം അവിടെ കാണിക്കും
സഹിക്കുന്നതിനേക്കാൾ അത് ദൈവത്തിന്റെ സഭയ്ക്ക് കേടുവരുന്ന വിഷയമാണെങ്കിൽ അത് ഒതുങ്ങിപ്പോകുവാൻ, അതിനെ സഹിക്കുവാൻ താല്പര്യം കാണിക്കുന്നതിനാണ് ലോങ് സഫറിംഗ് എന്ന് പറയുന്നത്. Even ദീർഘക്ഷമ. when there's uncomfortable situations there, not showing who we are, but rather, even if it's if it is something that is going to cause harm to the church, rather than reacting there, to just go with it and endure it, that is long suffering. നമ്മുടേതായ കുറവുകളും കുറ്റങ്ങളും നോക്കാതെ നമ്മളോട് സർവശക്തനായ ദൈവം എന്തും വേണ്ടി ലോങ് സഫറിംഗ് ആണ് ഓരോ ദിവസവും. Oh, you and I, when we had so many mistakes, how patient and long suffering was God the Father to us. ഇനി അടുത്ത വാക്യം, The next verse. ഫോർബിയറൻസ് അല്ലെങ്കിൽ തമ്മിൽ പൊറുക്കുക എന്നുള്ള മലയാളം വാക്ക ഉപയോഗിച്ചത്. And the next word they use there is forbearance, or being able to forgive. എന്താ? ആത്മാവിന്റെ ഐക്യതയിൽ നിൽക്കണമെങ്കിൽ പൊറുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർബിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു അലവൻസ് ഉള്ളവരായിരിക്കണം എന്നുള്ളത് അർത്ഥത്തിലാണ്. And when it says to be forbearing towards one another, basically that it is saying there to make an allowance. NLT വേർഷനിൽ അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്, മേക്കിംഗ് അലവൻസ് ഫോർ അതർ പീപ്പിൾസ് ഫോൾസ് ഓർ എറേഴ്സ്. And it says there, the NLT version very clearly, making an allowance for other people's faults or errors. ആമേൻ, സ്തോത്രം. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പാപത്തിന് കൂട്ടു നിൽക്കണമെന്നല്ല പറയുന്നത്. And it's not saying there that to support each other's mistakes. ഈ അലവൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മള് കേരളത്തില് പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ട്. ഈ ഓണമൊക്കെ അടുക്കുമ്പോൾ നമുക്ക് ഈ ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ ബത്ത എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നൊന്നും അറിയത്തില്ല, പഴയ കാലത്തൊക്കെ ജീവിച്ചവർക്ക് അറിയാമായിരിക്കും. ബത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ അത് കൂടാതെ അന്നത്തെ ആ സാഹചര്യത്തിൽ ഒരല്പം ഗവൺമെന്റ് ഒരല്പം അലവൻസ് എക്സ്ട്രാ തരികയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിനിയോഗിക്കാനായിട്ട്. And during when we coming from India, during the time of the holidays, we see that especially the government employees, they have something called betta, which is, even though they're getting their regular salary, they get a little bit extra to take care of some of the extra expenses and things in the house during that holiday season. അപ്പം ഈ പൊറുക്കുക അല്ലെങ്കിൽ അതിന് നമുക്ക് മേക്കിംഗ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരാളിന്റെ ജീവിതത്തില് അവരെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ അവരുടെ സാഹചര്യത്തെ കണക്കെടുക്കാതെ നമ്മൾ അവർക്ക് ഒരു അലവൻസും ആ രീതിയിൽ കൊടുക്കാതെ അവരെ ജഡ്ജ് ചെയ്യുന്നതിന് നമുക്ക് ഫോർബിയറൻസ് ഇല്ല. And when we to that same terminology, when other people are having an allowance for when they make mistakes or when they do something wrong, if we don't have that allowance for them to do that, then we don't have forbearance. ആ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ കടന്നു പോകുന്ന സാഹചര്യത്തില് അവരോട് നമുക്ക് അവർ പോകുന്ന ആ സാഹചര്യത്തെ മനസ്സിലാക്കി നമ്മൾക്ക് അവരോട് കാണിക്കുന്നതായ അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായ ആ മനോഭാവത്തെയാണ് പൊറുക്കുക എന്ന് പറയുന്നത്. And so when we talk about allowance, what we're talking about here is understanding what a person is going through, understanding why they might have done what they did, and accepting them instead of reacting towards them. That is that forbearance. അപ്പൊ അത് കൺഫ്യൂസ് ആയി പോകരുത്. ഒരാൾ ഒരു തെറ്റിന്റെ വഴികളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് ഫോർബിയറൻസ് എന്ന് പറഞ്ഞിട്ട് ആ തെറ്റിന് അനുകൂലിക്കുകയല്ല, അവരെ ആ തെറ്റിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുവരുവാൻ അവൻ പോകുന്ന വഴിയെ മനസ്സിലാക്കിയിട്ട് അവനെ അതിൽ നിന്ന് കൊണ്ടുവരുവാനായിട്ട് അവനോട് പൊറുക്കുന്നെങ്കിലും അവൻ്റെ ആത്മാവിനെ കുറിച്ചുള്ളതായ ചിന്തയിൽ അവനെ പരിഗണിച്ച് നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും. And so don't misunderstand that forbearance is not that when a person goes down a sinful path to just let them go and accept that and condone that. But what he's saying here is
when that person wants to comes out of that sin and wants to come back, having that recognition of the value of his soul, understanding that and having that willingness to accept him and bring him back into the fold, that is forbearance. ഇപ്പൊ അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. So you understand what Paul is saying here? നമ്മളെ വിളിച്ച ഒരു ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഒന്നാമത് നമ്മളിൽ ആവശ്യമായിരിക്കുന്നത് ആത്മാവിന്റെ ഐക്യത സൂക്ഷിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. And so the first thing it says there is that we must have a life that preserves the unity in the spirit. ആത്മാവിന്റെ ഐക്യത സൂക്ഷിക്കണമെങ്കിൽ പൂർണ്ണ വിനയം വേണം, സൗമ്യത വേണം, ലോങ് സഫറിങ് വേണം, ഫോർബിയറൻസ് വേണം, അല്ലെങ്കിൽ തമ്മിൽ പൊറുക്കണം. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഈ ഐക്യത നിൽക്കുകയുള്ളൂ. And that unity will only remain if we have the lowliness, the gentleness, the ability to have long suffering, and also the ability to forbear one another. എന്നിട്ട് അപ്പോസ്തലൻ പറയാ, Then apostle says, ഈ ഐക്യതയുടെ അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്ന് അറിയാമോ? what is the foundation of this unity? അതിലേക്ക് അടുത്തത് പോകുന്നത്, That's what we go to next. നിങ്ങളെ വിളിച്ചപ്പോൾ, ഈ ഐക്യതയിലേക്ക് വിളിച്ചപ്പോൾ, What is the foundation of your unity? നമുക്ക് ഒരേ ഒരു പ്രത്യാശയേ ഉള്ളൂ. We only have one hope. അതെന്താണെന്ന് അറിയാമോ? What is that hope? കർത്താവായ യേശു മടങ്ങി വരും. That the Lord Jesus Christ will come back. അവന് വേണ്ടി, ആ അരിമനാഥന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും എടുക്കപ്പെടും. And all those who are waiting for him will be taken up. അത് ആ സഭയിലുണ്ടെങ്കിലും ഈ സഭയിലായാലും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും, നമുക്ക് ആ സഹോദരനെയോ സഹോദരി ഇഷ്ടമല്ലെങ്കിൽ അവരും നമ്മളോടുകൂടെ എടുക്കപ്പെടും. And regardless of what church they go to, and regardless whether we like them or not, if they are waiting eagerly for the coming of the Lord and have done everything for that, they will be taken up. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഒന്നായതുകൊണ്ട് And so because our hope is one, നമുക്ക് ഒരേ യൂണിറ്റിയാണ്. we have one unity. ഇനി താഴോട്ട് പറയുന്നു, ഒരേ ശരീരത്തിന്റെ അല്ലേ? Then second it says we are one body. കർത്താവ് യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. We are part of the body of Christ. ആ സഹോദരനെയോ സഹോദരിയോ സഭയെ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും Even though I may not like that person, അവർ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. oh, they are part of the body of Christ. അതുകൊണ്ട് we have one hope, one body. So നമ്മൾ ഒരേ ശരീരമാകുന്നു. അതുകൂടാതെ പറയുന്നു ഒരേ ആത്മാവ്. And then it says we are one spirit. അവരിലും നമ്മളിലും വ്യാപരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണ്. The spirit in me and the spirit in them is one. നമുക്ക് ഒരു ദൈവം, ഒരു കർത്താവ്. We have one Lord. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒന്ന്, വിശ്വാസം ഒന്ന്, We have one faith. സ്നാനം ഒന്ന്, We have one baptism. എല്ലാവർക്കും മീതെ ഉള്ള പിതാവ് ഒന്ന്. One God and Father of all. ഹല്ലേലൂയ. Amen. അങ്ങനെ ഇതെല്ലാം ഒന്നാണെങ്കിൽ, If all this is one, ഒരു പിതാവ്, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു ആത്മാവ്, ഒരു പ്രത്യാശ, അങ്ങനെയാണെങ്കിൽ യൂണിറ്റിയുടെ അടിസ്ഥാനം അതാണെന്ന് അപ്പോസ്തലൻ പറയുന്നത്. oh, Paul is saying the foundation of the unity is one body, one spirit, one hope, one Lord, one faith, one baptism, and one God. ഇതെല്ലാം ഒന്നാണെങ്കിൽ If this is all one, നമുക്ക് ആത്മാവിൽ ആ ഐക്യത്തിൽ ഒന്നായി നിന്നേ പറ്റൂ. we must stay in the unity of the spirit. ഹല്ലേലൂയ. Amen. എന്നിട്ട് അപ്പോസ്തലൻ ഉടനെ പറയുക, അടുത്തത് ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗമായിട്ട് നമുക്ക് തോന്നും, എന്നാൽ ഞാൻ എളുപ്പത്തിൽ അങ്ങ് പറയാം. ഈ യൂണിറ്റിക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ ഇതെല്ലാമാണ്. നമ്മൾ ആത്മാവിൽ നമ്മളൊരു ഐക്യത ഉള്ളവരാണെങ്കിൽ അപ്പോസ്തലൻ പറയുന്നു, അതുകൊണ്ട് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നില്ല. And Apostle Paul is saying this, though we are unified and one, we still don't lose our individuality within that unity. അതെവിടെയാ വെളിപ്പെടുന്നതെന്ന് അറിയാമോ? Where does that reveal? അപ്പോസ്തലൻ വേഗത്തിൽ പറയുകയാണ്, നമുക്ക് ഇങ്ങനെ ഉള്ളതായ എല്ലാം ഒന്നാണെങ്കിലും നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന കൃപാവരങ്ങൾ വ്യത്യാസമാണ്. I said, even though we are all one in unity, there is different measures of giftings given to each person. ഓരോ സഹോദരനിലും ദൈവം ഒരു കൃപാവരം പകർന്നിട്ടുണ്ട്. Every person, a child of God, has a spiritual gift. കുറഞ്ഞ പക്ഷം ഒന്നെങ്കിലും, It's at least one. ചിലരിൽ കൂടുതലുണ്ട്. Some have more. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കൃപയുടെ ദാനം അനുസരിച്ച് കൃപാവരം കൊടുത്തു എന്ന് പറയാനാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. And then so basically
it is listing out the gift that God gives according to the measure of grace. അവിടെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, അവൻ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. 68-ാം സങ്കീർത്തനം 18-ാം വാക്യമാണ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് വ്യത്യാസമാണ്. ഇത് സഭായോഗത്തിൽ തെളിയിക്കാൻ എനിക്ക് സമയമില്ല. പക്ഷെ ഉയരത്തിൽ കയറി അവൻ ദാനങ്ങളെ സ്വീകരിച്ചു എന്ന് സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ഇവിടെ പറയുന്നു ഉയരത്തിൽ കയറിയവൻ ദാനങ്ങളെ കൊടുത്തു. അത് പൗലോസ് അപ്പോസ്തലൻ തെളിയിക്കുന്നത്. And the Apostle Paul quotes the scripture from Psalm 68 verse 18, where in the Psalms it says, "Oh, he went up and we received gifts." But in the New Testament, Apostle Paul clarifies that and says he went up and gave the gift. അപ്പൊ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരാത്മാവിന്റെ ഐക്യത ഉള്ളവരായിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. Oh, even though you are all unified, Paul is saying you are still different based on the gifts that the Lord has imparted. ഞാൻ ഇതിനു മുമ്പ് കൃപാവരങ്ങളെ മൂന്നായി തിരിച്ചുകൊണ്ട് പഠിപ്പിച്ചത് ഓർക്കുമല്ലോ. You must remember that we studied the spiritual gifts in 3 parts. അത് ഞാൻ ആവർത്തിക്കാൻ I ആഗ്രഹിക്കുന്നില്ല. don't want to repeat all that again. 3 ഗ്രൂപ്പായിട്ട് ഞാൻ അതിനെ പഠിപ്പിച്ചു. But we taught that in 3 different groups. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3 മുതലുള്ളതായ വാക്യങ്ങൾ അതിന് 27-30 വാക്യങ്ങളും ചേർത്തുകൊണ്ടും And 1 Corinthians chapter 12 verse 3 onwards and 20 onwards. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്നും And then the second from Romans 12. എഫേസ്യ ലേഖനം ഈ 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിന്നുകൊണ്ടും And also from Ephesians 4:11. 3 ഗ്രൂപ്പ് ആത്മീയ വരങ്ങളെ കുറിച്ച് പറഞ്ഞു. We studied 3 types of spiritual gifts. ഹല്ലേലൂയ. Amen. അപ്പോഴ് അപ്പോസ്തലൻ പറയുകയാണ്, Also Paul is saying here, നമ്മൾ ആത്മാവിൽ ഐക്യതയിൽ ഒന്നാണെങ്കിലും even though we are unified in the spirit, സഹോദര നിനക്ക് ചിലപ്പോൾ പ്രവചനത്തിന്റെ വരമുണ്ട്. our brother, you may have a gift of prophecy. സഹോദരി നിനക്ക് രോഗശാന്തിയുടെ വരമുണ്ട്. Sister, you may have a gift of healing. ഹല്ലേലൂയ. പലവിധമായ വരങ്ങൾ ദൈവസഭയിൽ ശുശ്രൂഷയ്ക്കായി തന്നിട്ടുണ്ട്. Different gifts are given to different individuals in the church of God. ആ വരങ്ങൾ നമ്മളിൽ വ്യക്തിപരമായി വ്യാപരിക്കുമ്പോൾ തന്നെ And when these gifts are moving individually in us, ആത്മാവിന്റെ ഐക്യത നമ്മൾ കാത്തുകൊള്ളണം. oh, we must maintain the unity in the spirit. അതിന്റെ അടിസ്ഥാനമാണ് നമുക്ക് വിശ്വാസം, സ്നാനം, പ്രത്യാശ ഇതെല്ലാം And ഒന്നാണെന്നുള്ളത്. the foundation of that unity is the faith, baptism in the Lord, and the hope that we have. എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നു, Then the apostle said, ഈ ആത്മീയ ദാനങ്ങൾ എന്ന് പറയുന്നത് these spiritual gifts, അവിടെ താഴെ എഴുതിയിരിക്കുന്നു, ഇവരെ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ദൈവസഭയ്ക്ക് തന്നു. and he says there, to some he has given apostles, prophets, some evangelists, some pastors and teachers. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഇത്രയും ആളുകളെ ദൈവസഭയ്ക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വരമായി ഒരു ദാനമായി തന്നിരിക്കുന്നു എന്നാ പറയുന്നത്. Apostle Paul is saying that these types of people are given to the church of God as a gift. എന്തിനാ What is the purpose? ഇവരെയെല്ലാം തന്നിരിക്കുന്നതെന്ന് അടുത്തത് പറയുന്നത്. And it says the reason why they are given there. ആത്മാവിന്റെ ഐക്യത കാക്കുമ്പോൾ തന്നെ കൃപാവരങ്ങൾ ഓരോരുത്തരിലും ദൈവം തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ഇവിടെ കാണിക്കാൻ പോകുകയാണ്. And it says there, even though we are unified in the spirit, why God gave different gifts to different individuals. അതിന്റെ 13-ാം വാക്യം, Verse 13. ഈ ഇവരെ എല്ലാം ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത് ഒന്ന് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിന് വേണ്ടി. First is for as verse 12 onwards it says, for the equipping of the saints. ഹല്ലേലൂയ. Amen. ദൈവസഭയെ എക്വിപ്പ് ചെയ്യുക, പെർഫെക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള വാക്ക് അവിടെ And ഉപയോഗിച്ചിരിക്കുന്നത്. the word they use there is to equip or perfect the people of God. എന്നാൽ അത് ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിലും ഗ്രീക്ക് പദം വീണ്ടും ഞാൻ വരികയാണ്, അതിന് കുറച്ചുകൂടെ വ്യാപ്തിയുണ്ട്. കറ്റാർട്ടിസ്മോസ് എന്ന് പറയുന്നതായ വാക്കാ But the ഉപയോഗിച്ചിരിക്കുന്നത്. word they use there in the Greek is katarsis. ആ കറ്റാർട്ടിസ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥാനം വിട്ടുപോയ ഒന്നിനെ അതിന്റെ സ്ഥാനത്ത് വീണ്ടും ചേർത്ത് ഫിറ്റ് ആക്കി വിടുക എന്നാ. The words they use there is the word they use there means something that has been put out of place to bring back. ആ തകർന്നു പോയ ഒന്നിനെ റിപ്പയർ ചെയ്യുക, ബ്രോക്കൺ ആയ ഒന്നിനെ റിപ്പയർ ചെയ്യുക എന്നാ. It is to repair that which has become broken. കീറിപ്പോയ വലിയ മെൻഡ് ചെയ്യുന്നതിന് ആ വാക്ക And ഉപയോഗിച്ചിരിക്കുന്നത്. the same word is used there to describe when the broken net had to be mended. അപ്പൊ ദൈവസഭ
സഭയില് ഈ അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഇടയന്മാരെ, ശുശ്രൂഷകന്മാരെ, ടീച്ചേഴ്സിനെ ഒക്കെ തന്നിരിക്കുന്നത് എന്തിനാ? So why did God give the church apostles, prophets, pastors, evangelists, and teachers? ഒന്ന്, ദൈവസഭയെ യഥാസ്ഥാനപ്പെടുത്തണം. First is to mend or to edify the church. മലയാളത്തിൽ അത് നല്ലൊരു പദവാ. That's a good term there. അമ്മ, ദൈവസഭയെ പെർഫെക്റ്റ് ചെയ്യണം. It is to perfect the church. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എക്വിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കണം. Second is for the equipping of the saints for the work of അപ്പൊ God. കർത്തൃവേലയ്ക്ക് വേണ്ടി ദൈവസഭയിലുള്ളവരെ ഉത്തേജിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് പണിതെടുത്ത് വിടുന്നതിന് വേണ്ടിയായി തന്നിരിക്കുന്നത്. And so these fivefold ministries are to take the people who have the calling of ministry in the church and to build them up and prepare them for that. രണ്ട്, ശരീരത്തിന്റെ ആത്മീയ വർധന. Second is for the edifying of the body. ആ ശരീരം എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ശരീരമായ സഭ. That is the body of Christ. ആ സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. Is given for the edification of the church. അതുകൊണ്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടുന്നത്, കണക്ഷൻ വിട്ടുപോകരുത്. നമ്മൾ ആത്മാവിന്റെ ഐക്യത കാക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ കൃപാവരങ്ങൾ ദൈവസഭയിലുള്ളത് ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനാ. So while we are unified in the spirit, God has given different measures of giftings to be beneficial for the body of Christ. ഹല്ലേലൂയ. Amen. അങ്ങനെ വളരുന്നതായ ഒരു യൂണിറ്റി ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ And so പറയുന്നു. Paul is saying that such a unity needs to be growing. അത് ഈ കൃപാവരങ്ങൾ ദൈവസഭയിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്നറിയാമോ? ദൈവസഭയിലുള്ളവര് ഒന്ന് ക്രൈസ്റ്റ് ലൈക്നെസ് വരും, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെയായി തീരും. And the first thing, when these fivefold ministries are to their responsibility, what will happen is the body of Christ will become Christ-like. അതിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിന്റെ സമ്പൂർണതായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കണമെന്ന്. അതിന്റെ 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവാകുന്ന തലയോളം മകരണം എന്ന് പറഞ്ഞ രണ്ടും അർത്ഥമാകുന്ന എന്താണെന്നറിയാവോ? നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയി തീരണം. And secondly, it says there that we must grow grow up in all things into Him who is the head of Christ. So that is to be just like Christ. അതിന്റെ ആ ക്രിസ്തുവിനെ പോലെ ആകുന്നു മാത്രമല്ല, രണ്ടാമത് എഴുതിയിരിക്കുന്നത് സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങള് നമ്മൾ ഈ ദൈവദാസന്മാരൊക്കെ നമ്മളെ ബലപ്പെടുത്തി സ്റ്റേബിളായി ഉറപ്പിച്ചു നിർത്തണമെന്നാണ് പറയുന്നത്. And then the second thing it says there is that these ministers make the church of God stable. അത് കാറ്റിനാല്, അത് നമ്മൾ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ഉഴലുന്ന ശിശുക്കളെ പോലെ ആയി പോകരുതെന്നാണ്. It says there that we should not be tossed to and fro and carried away with every wind of doctrine by the trickery of man. അതുകൊണ്ടാണ് ഞാനും ഈ സഭയിലുള്ള ഈ സൺഡേ സ്കൂൾ അധ്യാപകരെ ഓർക്കുമ്പോൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കും. That's why I thank God for the Sunday school teachers that we have. ഇവിടെയുള്ള ഈ സൺഡേ സ്കൂൾ അധ്യാപകര് ദൈവവചനത്തോട് പഠിപ്പിക്കുന്ന വിഷയത്തോട് വളരെ സിൻസിയറിറ്റി, ആത്മാർത്ഥത കാണിക്കുന്നവരാണ്. The people that are teaching our Sunday schools have great sincerity for what they're doing. അവരനേക മണിക്കൂറുകൾ ഇരുന്ന് പഠിച്ചിട്ട് പഠിപ്പിക്കുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. And I know they are spending several hours studying themselves before teaching. കാരണം ഞാൻ അവര് പഠിപ്പിക്കുന്നത് ഞാൻ ഇരുന്ന് കേൾക്കുമ്പോൾ, അവരുടെ പഠിപ്പിക്കൽ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം അവർ ഉപദേശ വിഷയങ്ങൾ നല്ലതുപോലെ അരക്കിട്ട് ദൈവസഭയെ ഉറപ്പിക്കുകയാണ്. And when I hear them teaching, I know they are taking the church of God and really fundamentally grounding them in the doctrine. എന്തിനാണെന്നറിയാമോ? What is the reason? അവിടെയും ഇവിടെയും കേൾക്കുന്നത്, അവിടെയും ഇവിടെയും പറയുന്നതിന്റെ പിന്നാലെ ജനം ഓടിപ്പോകാതിരിക്കുവാൻ അവരെ ശിശു സ്വഭാവത്തിൽ നിന്ന് പ്രായപൂർത്തിയിലേക്ക് നയിക്കുവാൻ ഉള്ളതായ ശ്രമമാണ് ചെയ്യുന്നത്. Because so that they will not be carried away by what they hear here and there, but rather get away from that childish mentality and to grow mature. ഹല്ലേലൂയ. അങ്ങനെ അപ്പോസ്തലൻ പറയുകയാണ്, ഒന്ന് ക്രൈസ്റ്റ് ലൈക്നെസ് അല്ലെങ്കിൽ യേശുവിനെ പോലെ ആകുക മാത്രമല്ല, രണ്ട് നമ്മൾക്ക് ഒരു ഉറപ്പ്, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുക മാത്രമല്ല, നമ്മൾ
കോആപ്പറേഷൻ ഉള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ വലിയ സഹകരണമുള്ളവരായിരിക്കണം. Third thing is there, it says we must have a cooperation with each other. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 16-ാം വാക്യം, Verse 16. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗം അതതിന്റെ വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള സന്ധിയാലും സ്നേഹത്തിലും ആത്മീയ വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഭയങ്കര ഒരു വാക്യമാണ്. Oh, verse 16 reads like this: from the whole body joined knit together by what every joint supplies, according to the effective working by which every part does its share. പ്രൈസ് ദി ലോർഡ്. അത് NLT വേർഷൻ ഉള്ളവരൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് ചിലപ്പോഴൊക്കെ NLT ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം ഇച്ചിരൂടെ സിംപ്ലിഫൈ ചെയ്തത് എഴുതിയിരിക്കുന്നു. ASVO ESVO ഏത് വേർഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ കഴിയും. And sometimes when you read the other versions, you see that there is a more simplified version, the meaning of that. NLT എഴുതിയിരിക്കുന്ന under his direction the whole body is fitted together എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആ നിയന്ത്രണത്തിനനുസരിച്ച് ഈ ശരീരം മുഴുവൻ യുക്തമായി ചേർന്നിരിക്കുകയാണ്. And says there that is under his direction the whole body is fitted together. അതിന് ഓരോ പാർട്ടും അതതിൻ്റെതായ ആ സ്പെഷ്യൽ ഫങ്ഷൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. And each part is doing their specialized function. ആ ഓരോ പാർട്ടും അതിൻ്റെ സ്പെഷ്യൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ അത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് സഹായമാകുന്നു. And as each part does their function, that helps the whole body grow. ഹല്ലേലൂയ. Amen. അങ്ങനെ ദൈവസഭ വളരുന്നത്. That's how the church of God grows. ഞാനും നിങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ, When you and I stand together, നമ്മളിൽ ഉള്ളതായ കൃപാവരങ്ങൾ വിവിധ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ തന്നെ when you and I do different ministerial gifts, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ പിന്നിൽ ഒരു യൂണിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് understand there is a unity behind the calling that is placed upon us. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. We must work together. പ്രൈസ് ദി ലോർഡ്. Amen. ഓരോ ദൈവപൈതലിനും ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. Each child of God is given a gift. ഒരു ദൈവപൈതലിനും ഒരു ത്രോ അവേ ക്രിസ്ത്യൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമില്ലാത്ത ക്രിസ്ത്യൻ ഇല്ല. There is no throwaway Christian, meaning that there is no Christian that cannot be effectively used. ദൈവസഭ എന്ന് പറയുന്നത് The church of God, പാസ്റ്റർ, ഇവാഞ്ചലിസ്റ്റ്, ടീച്ചേഴ്സ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വേല ചെയ്യുന്നതാണ്. it is each person, apostle, prophet, pastor, evangelist and teacher working together and doing their part. കർത്താവിന്റെ വരവ് താമസിച്ചാൽ The coming of the Lord tarries. ഇന്നിരുന്ന് പഠിക്കുന്നവരാ നാളത്തെ ടീച്ചേഴ്സ് The ആകുന്നത്. people who are learning today will be tomorrow's teachers. ഹല്ലേലൂയ. Amen. ഇന്ന് കർത്താവിന്റെ വേലയിൽ സഹായിക്കുന്നവരാണ്. ആ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ എലീശ പിന്നീട് ശ്രേഷ്ഠ പ്രവാചകനായതുപോലെ ഇന്ന് കൈത്താങ്ങ് നിന്ന് ശുശ്രൂഷയിൽ മുന്നേറുന്നവരാണ് നാളത്തെ ഇടയന്മാരാകുന്നത്. And just like the Elisha who poured the water upon Elijah became a greater prophet later on, the people who are being a support in whatever way they can to the ministry, they will be the shepherds of tomorrow's church. ഹല്ലേലൂയ. ദൈവസഭയിൽ ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, സർവീസ് ഉള്ളവരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. The church of God has teachers, evangelists and pastors. നമ്മൾ ഒരുമിച്ച് നിന്നാ We പ്രവർത്തിക്കുന്നത്. work together and stay ആത്മാവിന്റെ ആ യൂണിറ്റി കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. We must try to protect the unity in the church. ദൈവസഭ എന്ന് പറയുന്നത് അതാണ്. That is the church of God. നമ്മൾ അതിനെ ഒരു പ്രോഗ്രാമായി ഒതുക്കരുത്. Don't limit that to a program. ഹല്ലേലൂയ. Amen. ഒരു പ്രത്യേക ടൈം സ്ലോട്ട്, അതിനുള്ളിൽ കുറെ പ്രോഗ്രാം, അങ്ങനെ ഉള്ളിൽ ചിലര് വന്നൊരു പെർഫോം ചെയ്യുന്നു, ബാക്കിയുള്ളവർ കാഴ്ചക്കാര്. അതല്ല ദൈവസഭ എന്ന് പറയുന്നത്. Church of God is not just a time program where things get done in between those time and then some people do things, other people are just watching. കുറഞ്ഞ പക്ഷം But in a minimum, ഇത്രയും നാള് ദൈവവചനം കേട്ടിട്ട് hearing the word of God this long, ഈ ദൈവസഭയുടെ ഭാഗമായി തീർന്നിട്ട് being part of this church, ദൈവസഭയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് you need a vision of the church of God. അത് ശക്തമായി ഉണ്ടാകണം. God, you must have that very ആ powerful. കാഴ്ചപ്പാട് ഉണ്ടാകണമെങ്കിൽ For that vision to be ആദ്യത്തെ ചോദ്യത്തിന് മറുപടി, answer the first question. ഞാൻ ആരാണ്? Who am I? എന്നെ ആരാണ് വിളിച്ചത്? Call me. എന്നെ വിളിച്ച് എവിടെയാണ് ആക്കിയിരിക്കുന്നത്? Where did they place me for my calling? ഞാനൊരു ദൈവ പൈതലാണ്. I'm a child of God. എന്നെ ദൈവം വിളിച്ചതാണ്. God
called me. എന്നെ വിളിച്ച് ഈ ദൈവസഭയിലാക്കിയിരിക്കുകയാണ്. And God called me into this church. ഈ ദൈവസഭയിൽ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. I have a responsibility. എനിക്കൊരു റോൾ ഇല്ലാതെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. I have a role. Without that role, they would not put me here. എന്റെ റോൾ എന്താണ്? What is my role? ഞാനത് ചെയ്യുന്നുണ്ടോ? Am I doing that? അതോ ഞാൻ ഒരു ഉപഭോക്താവായി, ഞാനൊരു ബെനിഫാക്ടറായി മാത്രം പോവുകയാണോ? Or am I just being a benefactor, receiving everything from the church? ഞാനൊരു കൺസ്യൂമർ ആണോ? Am I just a consumer? ഹല്ലേലൂയ. Amen. ഞാൻ മറ്റുള്ളവന് കൊടുക്കുവാൻ, To give to others. ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, For the growth of the church. ആത്മാവിന്റെ ഐക്യത കാത്തു സൂക്ഷിക്കുവാൻ To serve the unity in the church. ഞാൻ എന്ത് ചെയ്യുന്നു? Oh, what am I doing? എന്നിൽ അതിനുള്ള സൗമ്യതയുണ്ടോ? How do I have the meekness for that? എന്നിൽ അതിനുള്ള ദീർഘക്ഷമയുണ്ടോ? The long suffering for that? എന്നിൽ അതിനുള്ള വിനയമുണ്ടോ? I have the humility for that? ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ഞാൻ അതിന് എന്ത് ചെയ്യുന്നു? What am I doing? ഞാൻ ദൈവസഭയിൽ തന്നിരിക്കുന്ന കൃപാവരം, The truth of God given to me in the church. അത് ആത്മീയ വർധനവിന് വേണ്ടിയുള്ള ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. I need to use that for a tool for the edification of the church. അതോ എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം ഒരു വെപ്പണായിട്ടാണ് Or ഉപയോഗിക്കുന്നത്? am I using that as a weapon? ഓ, എത്ര ധൈര്യമാ! How dangerous that is. പെന്തക്കോസ്ത് സഭകളുടെ അപകടം അതാണ്. That is the danger in the Pentecostal church. ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, Things that God has given. പ്രവചനമായാലും പഠിപ്പിക്കലായാലും അറിവായാലും, Whether it be our teaching, or prophecy, or preaching. ആത്മീയ വർധനവിന് For the edification of the church. വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ Stabilize the holy believers. ദൈവം തന്നിരിക്കുന്ന കൃപാവരം, The gift that God has given you for that. അതൊരു ടൂളായി ഉപയോഗിക്കണം. You must use that as a tool. എപ്പോഴൊക്കെ കയ്യിലെടുത്ത് അതിനെ ഒരു വെപ്പണാക്കി മാറ്റി, ഒരു ആയുധമാക്കി മാറ്റുന്നുവോ, But whenever you take that in your hand and use that as a weapon, ദൈവസഭ വിഭാഗിക്കപ്പെടും. all the church of God will be split. തകർച്ചയുണ്ടാകും. There will be brokenness. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, Oh, brother and sister. നമ്മുടെ ആയുസ്സിൽ ഒരിക്കലും Oh, never in our life. ദൈവസഭയിൽ ഒരു കേടാകുവാൻ There will be a harm to the church. ഈ കൃപാവരം ഉപയോഗിക്കരുത്. Use that gifting for that. ഹല്ലേലൂയ. Amen. ആത്മാവിന്റെ ഐക്യത കാക്കണം. To serve the unity in the church. ഐക്യതയ്ക്ക് വേണ്ടിയാണ് കർത്താവ് കാൽവറി ക്രൂശിൽ തൂങ്ങിയത്. For that unity that he died on the cross. അത് കാക്കുവാൻ, Oh, to preserve that. അത് സൂക്ഷിക്കുവാൻ, To keep that. പ്രാർത്ഥിക്കുക മാത്രമല്ല, Oh, not just pray for it. ആത്മാർത്ഥമായി നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരണം. But sincerely our character must change. ആമേൻ. നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആണ് നമ്മുടെ സ്ട്രെങ്ത്. Our strength must be domesticated. കോപമുള്ളവർ കോപത്തിന് കീഴ്പ്പെടാൻ ഇടയാകണം. Those of you who have anger need to control that. ആമേൻ. പ്രൈഡ് ഉള്ളവർ അതിനെ ഒതുക്കണം. Those who have pride need to control that. ജഡ സ്വഭാവങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്നത്, That carnal nature that is, profound. അത് വെളിവായി വരുന്നത്, It's coming out of your life. അതിനെ കൺട്രോൾ ചെയ്ത് സെൽഫ് സപ്രഷൻ നമ്മളെ തന്നെ ഒതുക്കണം. You must control that and self-suppress that. ഹല്ലേലൂയ. Amen. അതാണ് ആത്മാവിന്റെ ഐക്യത. That is the unity in the spirit. പ്രൈസ് ദി ലോർഡ്. ആത്മീയ അനുഗ്രഹങ്ങൾ ഉള്ളത് നല്ലതാ. Oh, the spiritual blessings are good. പക്ഷെ ആത്മീയ അനുഗ്രഹങ്ങൾ ഈ രീതിയിൽ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. But use that for in this manner for the blessing of God. ഹല്ലേലൂയ. Amen. അങ്ങനെ വളരുന്ന ഒരു യൂണിറ്റിയാ ദൈവം നമ്മളെ കുറിച്ച് God ആഗ്രഹിക്കുന്നത്. desires a unity that is growing like ഒരുമിച്ച് ചേർന്ന് വളരുന്ന സഭ. a church that is growing together. ഓ, 10 പേര് കഴിഞ്ഞ് 20 പേരാകുമ്പോൾ ആ യൂണിറ്റി വളരുകയാ. Oh, when it goes from 10 to 20 people, that unity is growing. അതിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുവാൻ നമ്മളെ സമർപ്പിച്ചു We must കൊടുക്കുക. do everything we can for that. ഹല്ലേലൂയ. Amen. എന്റെ ജീവിതത്തിലെ കുറവുകൾ ഞാൻ കണ്ടുപിടിച്ചു. I recognize the shortcomings in my life. പലതെനിക്ക് ബോധ്യമായി. I became ദൈവം aware. ആഗ്രഹിക്കുന്നതായ ഹ്യൂമിലിറ്റിയോ മീക്നെസ്സോ ലോങ് സഫറിങ്ങോ ഫോർബിയറൻസോ എനിക്ക് പലപ്പോഴും ഇല്ല എന്ന് ബോധ്യമായി. I recognize that I'm not able to have the humility, meekness, and long suffering and forbearance in many areas. ഹല്ലേലൂയ. ദൈവ മക്കളെ, ദൈവത്തിന്റെ ബോഡിയെ എക്വിപ്പ് ചെയ്യാനായി എന്നെ വിളിച്ചിരിക്കുമ്പോൾ അത് വളരെ ഉത്സാഹത്തോടെ ചെയ്യണം. And when I am called to edify the body of Christ, I must do that with all zealousness and energy. ഹല്ലേലൂയ. Amen. ദൈവ മക്കളെ, ആടി ഉലഞ്ഞു പോകല്ലേ. Your children of God should not be shaken. ക്രിസ്തു എന്ന തലയോളം വളരണം. Grow to the head of Christ. അതിനുവേണ്ടി നമ്മളെ വിളിച്ചത്. That's for that you have been called. നമുക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. Let's surrender ourselves in prayer. Hallelujah to God.